ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ട്രാവൽ വിത്ത് ആഷീസ് റോമൻ. ഒത്തിരി കാലത്തിന് ശേഷം ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോവാം. ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടാവണം. വഴിയിലുള്ള കാഴ്ചകളും പ്രകൃതി ഭംഗിയും യാത്രയിലെ ചെറിയ ചെറിയ നല്ല നല്ല ഓർമ്മകളും കളിയും ചിരിയും എല്ലാം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണണം. ഞങ്ങൾ വയനാട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഈ പുഴയോരം ഈ പുഴയോരം ടീ ഷോപ്പേ അവിടെ നല്ല ചായ കിട്ടും കേട്ടോ. നിങ്ങൾ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലേ? അവിടുന്ന് കുടിക്കണം കേട്ടോ. ഞങ്ങളിങ്ങനെ ചുരമൊക്കെ കയറി. മഴയൊക്കെ ചെറുതായിട്ടുണ്ട്, എന്നാൽ മഴയില്ല. ഇതാണ്ട് ഇവിടെയും നല്ല ചായ കിട്ടും. ഇടയ്ക്ക് മഴയൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരം അങ്ങനെ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാൻ നല്ല വൈബാണ്. ഞങ്ങളിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോവാം. KSRTC ബസ്സുണ്ട്, മുഴുവനും സ്ത്രീകളാണ്. ഇങ്ങനൊരു ഗുണമുള്ള പോലെ നല്ല കാര്യം. അങ്ങനെ ഞങ്ങൾ KSRTC ബസ്സിനെയും പാസ് ചെയ്ത് നല്ല മൂടൽ മഞ്ഞായിരുന്നു. മഞ്ഞാണോ കോടയാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം കേട്ടോ. അവിടെ നല്ല ഭംഗിയാട്ടോ. അവിടെ നിൽക്കാൻ നല്ല ചെറിയ തണുപ്പും നല്ല ഭംഗിയുണ്ട്. അവിടെ നിൽക്ക് കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിർത്തി അടുത്ത ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും മഴ. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നെൽപ്പാടത്തെ നെല്ലുകളും എല്ലാം എടുത്തു കഴിഞ്ഞു. പിന്നെന്തോ ഇച്ചിരി പശുക്കളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു സാധനത്തിന് ഞങ്ങളെ കണ്ടു കേട്ടോ. കാണണേ ഞങ്ങളെ കൂടെ വന്നു. അതൊരു സ്പെഷ്യൽ സാധനം. പ്രതീക്ഷിക്കണ്ടോടോ കൊമ്പനാന ഒന്നല്ല കേട്ടോ, നല്ല നല്ല വലിയ കൊമ്പുള്ളാന. ദേ വേറൊരാളും കൂടെ എൻ്റെ അപ്പുറത്തേക്കുന്ന. എന്ത് ഭംഗിയാന്നറിയോ ഈ യാത്ര. വേറൊരാൾ അതിന് ഇടയിൽക്കൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിന് ഇടയിലൂടെ കണ്ടോ കൊമ്പനാന. പിന്നെ ഞങ്ങളിങ്ങനെ പൂക്കാട് നാട്ടിലെ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് പോലെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചിത്തോട്ടം കണ്ടു. ഇഞ്ചിത്തോട്ടവും കണ്ട് ഇച്ചിരി ഇഞ്ചി പറിക്കാനൊക്കെ ഇറങ്ങി. കിട്ടിയില്ല. പിന്നെ ഇച്ചിരി പൂക്കൾ. ഓണമല്ലേ, പൂക്കൾ വേണ്ടേ? സൂര്യകാന്തിതോ സൂര്യകാന്തിക്ക് എന്താ ഭംഗിയെന്നറിയാം. അതിനിടയിൽ എന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? കുറച്ച് പേർ റീൽസ് എടുക്കുന്നുണ്ട്, കുറച്ച് പേർ നടക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കൂട്ടനാണെങ്കിൽ ഈ പൂക്കളൊക്കെ കണ്ടിട്ട് പറിക്കുകയും ചെയ്യണം. വേണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. ഞാൻ വീഡിയോഗ്രാഫർ നവീനേട്ടനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഇച്ചിരി ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ ഫുഡും കഴിച്ച് ഞങ്ങൾ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാം. ഞാൻ മറ്റുള്ളവരൊക്കെ അവിടെ നോക്കുമ്പോഴെന്താ ക്യൂ എന്ന് കണ്ടോ? എങ്ങനെയാ ക്യൂലെന്താ? ഞാനും നവീനേട്ടനാ. പക്ഷെ ടിക്കറ്റ് കിട്ടിയത് കണ്ണാട്ടില്ല. ടിക്കറ്റൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ അങ്ങ് ട്രെയിന് മുകളിലേക്ക്. ഈ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലെ നല്ല വൈബാണ് റീൽസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആണോ നോക്കാം. പക്ഷേ മേലെ എത്തുമ്പോൾ താഴെയുള്ള കാഴ്ചകളുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാട്ടോ. മഞ്ഞും മലകളും നിറഞ്ഞ് മനോഹരമായ പ്രകൃതിയിലുള്ള ഇടയിലുള്ള ഒരു അമ്പലമായത്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റ്. പക്ഷെ എന്തൊരു ഭംഗിയാണെന്നറിയോ? അവിടെ നിന്ന് സമയം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തോന്നില്ല. പക്ഷെ ഞങ്ങൾ എത്തിയത് ഒരു നല്ല സമയത്തായിരുന്നു കേട്ടോ. കോടമഞ്ഞൊക്കെ ഉള്ളൊരു സമയത്ത്. ഞങ്ങളങ്ങനെ ഇച്ചിരി അമ്പലത്തിനുള്ളിലൊക്കെ കയറി അവിടെ കുറച്ച് നിന്നു, നടന്നു. അവിടെ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അത്രയും ഭംഗിയുണ്ട്. കുറച്ച് മാൻകൂട്ടത്തിനെയാണ് കണ്ടു കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നീട് എൻ്റെ മോൻ്റെ ആടിപ്പാടിയുള്ളൊരു കളിയായിരുന്നു. ചാടണോ നിൽക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. അങ്ങോട്ടോടും ഇങ്ങോട്ടിരുന്ന് ഡാൻസ് ചെയ്യുന്നു. ആ ഒരു വൈബുണ്ടല്ലോ, തണുപ്പ്, ആ മഞ്ഞ്. ഞങ്ങൾക്കുറപ്പാ പനിച്ച ഞങ്ങൾ പോകേണ്ടത്. കാരണം സ്വെറ്റർ എടുത്തു, തൊപ്പിയെടുത്തു. ഇതൊന്നും എൻ്റെ മോനേറ്റില്ല.
പിന്നീട് തിരിച്ചു വരുമ്പോഴേ ഞങ്ങളോട് സൂര്യകാന്തിൻ്റെ അടുത്ത് വീണ്ടും ഇറങ്ങി. അവിടുന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. പിന്നീട് കൃഷി നവീനത്തിൻ്റെ പ്രഹസനങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരും ഒന്ന് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു യാത്രയായിരുന്നു. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.